മീ ടു പോലെയുള്ള വിഷയങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു കാര്യം ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ എടുത്ത് കൊടുക്കാനുള്ള സാധനമാണോ ഇത്? അല്ലല്ലോ. ആണോ? അല്ല, എനിക്ക് അറിയില്ല. അപ്പൊ എന്താണ്, നമ്മൾ ആ സ്പോട്ടിൽ തന്നെ അങ്ങോട്ട് നമ്മൾ നോ പറഞ്ഞേക്കണം. പണ്ട് സുകുമാരിയമ്മയും ഞാനും കൂടി ഒരു സ്കൂളില്, ആ സ്കൂളാണ് ആകെ നമുക്ക് ഡ്രസ്സ് മാറാനായിട്ട് ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ നിന്നിട്ട് അമ്മ ഒരു തുണി എടുത്ത് ഇങ്ങനെ പിടിച്ചു തന്നിട്ട് പറഞ്ഞു, നീ ഡ്രസ്സ് മാറിക്കോളാൻ പറഞ്ഞു. ആ കൈലിക്കുള്ളിൽ നിന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറി. മനസ്സിലായോ? എന്റെ പോസ്റ്റിന്റെ അടിയിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ഓരോ ആർട്ടിസ്റ്റ് മരിക്കുമ്പോൾ അനുശോചനം, ഞാനൊരു അനുശോചനം ഇട്ട് കഴിഞ്ഞാൽ തോട്ടനെ അതിന്റെ തൊട്ട് താഴെ വന്നിട്ട് പറയും, മരിക്കാൻ വിട്ടുകൊടുത്തതല്ലേ, അവർക്ക് വേണ്ടി എന്താ ചെയ്യാഞ്ഞേ, അവർക്ക് വേണ്ടി ഇവിടെ മമ്മൂട്ടി ഉണ്ടല്ലോ, ഇവിടെ മോഹൻലാൽ ഉണ്ടല്ലോ, കോടികൾ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ, അവർക്കെടുത്തിട്ട് കൊടുത്താൽ എന്താന്നൊക്കെ ചോദിക്കും. സിനിമ, അമ്മ, മറ്റേ ആത്മ, ഒരാൾ മരിച്ചാൽ പറയും അമ്മയും ആത്മയും കൂടിയാണ് അവരെ കൊന്നതെന്ന്. അല്ല, ഇപ്പം വൃക്ക മാറ്റണം, ലിവർ മാറ്റണം, നിങ്ങളുടെ വീട്ടിലിരുന്ന് എന്താ എടുത്തങ്ങോട്ട് കൊടുത്താലെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെ ഇവിടെ ആർക്കും കൊടുക്കാനും പറ്റത്തില്ല, അങ്ങനെ കൊടുക്കണമെന്നിട്ട് പറയാനുള്ള ഒരു അവകാശവും ഇല്ല. ഇവരെന്തോരം ഇതിൽ അഭിനയിക്കുന്നവരാണ്, അപ്പൊ അവർക്ക് പൈസ ഇല്ലേ ചേച്ചി? ഈ പുറമെ കാണുന്നവരുടെയൊക്കെ വിചാരം ഇപ്പം സീരിയലിൽ അഭിനയിച്ചാൽ ലക്ഷങ്ങൾ കിട്ടും, സിനിമയിൽ അഭിനയിച്ചാൽ ലക്ഷങ്ങൾ കിട്ടും. മായയുടെ ഗതികേട് ഞാനല്ലേ കണ്ടത്. ഈ മുമ്പിൽ വന്നിട്ട് ചായവും തേച്ച് ലിപ്സ്റ്റിക്കും ഇട്ട് സാരി ഉടുത്ത് കോമഡിയും ചെയ്യുമ്പോൾ, സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഇവരുടെയൊക്കെ വിചാരം എന്താ, എല്ലാവരും സേഫ് ആണോന്നോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇപ്പം മീ ടു പോലെയുള്ള വിഷയങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു കാര്യം ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മളൊരു എന്തെങ്കിലും ഒരു ഇഷ്ടത്തിന് വഴങ്ങാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് റോളുകൾ നഷ്ടമാകുന്നതോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഓരോ സുപ്രീം കോടതിയുടെ വരെ നിയമം ഇവിടെ വന്നിട്ടുണ്ട് ഇല്ലേ? കാരണം ഇഷ്ടമുള്ള സ്ത്രീകൾക്കോ അല്ലെ പുരുഷനോ ഇഷ്ടമുള്ളവരുടെ കൂടെ പോകാം, വിവാഹിതയാണെങ്കിലും അവർക്ക് പോകാം. ആ ഒരു നിയമം വന്നേ പിന്നെ ഒരുപാട് ഇവിടെ കൂടിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പം ഏത് ജീവിതവും തകർത്തിട്ട്, ഏത് കുടുംബങ്ങളെയും തകർത്തിട്ട് ആർക്കും ആരുടെയും കൂടെ പോകാം എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ട്. ഇപ്പൊ മീ ടു എന്ന് പറയുന്ന സിനിമ മാത്രമാണോ ഉള്ളത്? അല്ല. നമ്മൾ എവിടെ എടുത്ത് നോക്കിക്കോ, ഞാൻ പേര് പറയുന്നില്ല, ചിലപ്പോൾ നാളെ അത് എൻ്റെ പേരിൽ കൊടിയും പിടിച്ചോണ്ട് ആൾക്കാർ വരും. ഇപ്പൊ ഏത് സ്ഥാപനങ്ങൾ എടുത്ത് നോക്കിക്കോ, വേണ്ട, ഇനിയൊരു ഏത് നമ്മുടെ കേരളത്തിലല്ല, നമ്മുടെ ഈ ലോകത്തുള്ള എന്ത് ജോലിയിലും ഈ സാധനം ഉണ്ട് ഇല്ലേ? അത് സിനിമാ രംഗത്തുള്ളപ്പോഴാണ് ആൾക്കാർക്ക് അത് കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റും, അല്ലെ അങ്ങനെയുണ്ടോ അതിൻ്റെ പുറകിൽ ആരാണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രതയും താല്പര്യവും ഒക്കെ വരുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ കൺമുമ്പിലും നമ്മുടെ കൺവെട്ടത്തല്ലാതെയും ഇവിടെ എന്തൊക്കെ കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നു, അതാരെങ്കിലും ചോദ്യം ചെയ്യാൻ പോകുന്നുണ്ടോ? അല്ലെ ആരെങ്കിലും അത് അന്വേഷിക്കാൻ പോകുന്നുണ്ടോ? അപ്പം എനിക്ക് മീ ടു അങ്ങനെ ഒരു നേരിടേണ്ടി വന്നിട്ടില്ല. പിന്നെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ എടുത്ത് കൊടുക്കാനുള്ള സാധനമാണോ ഇത്? അല്ലല്ലോ. ആണോ? അല്ല, എനിക്ക് അറിയില്ല. അപ്പൊ എന്താണ്, നമ്മൾ ആ സ്പോട്ടിൽ തന്നെ അങ്ങോട്ട് നമ്മൾ നോ പറഞ്ഞേക്കണം, അല്ലെങ്കിൽ പോയി പണി നോക്കടാന്ന് പറയണം. അവിടെ തീരില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്ത് ഒരു 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് അന്ന് അവരിങ്ങനെ പെരുമാറി, അന്ന് അവരങ്ങനെ പെരുമാറി എന്നും പറഞ്ഞ് വരുന്ന ആ ഒരു വരവിനോട് എനിക്ക് താല്പര്യമില്ല. നമുക്ക് വേണ്ടയോ വേണ്ട, നമുക്ക് നോയാണോ നമ്മൾ നോ, നമുക്കിഷ്ടമില്ലേ നമുക്കിഷ്ടമല്ല, അവിടെ ആ സ്പോട്ടിൽ നിർത്താൻ നമുക്ക് സാധിക്കണം. അതും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറവും കഴിഞ്ഞ് ഇവരൊക്കെ ഒരു പരുവായി, ഇവരൊക്കെ എങ്ങാണ്ട ചെന്ന് എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് കുറേ കഥകളുമായിട്ട് വരുന്നത്. അതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മീ ടു എന്താണെന്നുള്ളത്, അത് മീ ടുവിൻ്റെ കേസ് കൊടുത്തതും അതിനെക്കുറിച്ച് പറയുന്നവരും ഒക്കെ അവർക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളായിരിക്കാം അവർ പറഞ്ഞിട്ടുള്ളത്. പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട ആ ഒരു സ്പോട്ടിൽ പറയണമായിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞു വന്ന് പറയുന്നതിനോട് എന്തോ, അതെന്റെ മാത്രം അഭിപ്രായമാണേ. അതുകൊണ്ട് ദൈവത്തെ ഓർത്താരും വന്നേക്കല്ലേ. അതായത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നത് കൊണ്ട് ഇപ്പം സ്ത്രീകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ബാത്റൂം, ഇപ്പൊ ക്യാരവാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, കുറെ അത് മാറിയെന്ന് തോന്നുന്നു. അതിലെന്തെങ്കിലും മാറ്റം വരും ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം? എൻ്റെ മോളെ, ഇതെല്ലാം കുറച്ചു കാലം ഉണ്ടാകും ഇതിന്റെ കോലാഹലം. അത് കഴിയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വഴി കൂടെയും പോകും. പണ്ട് സുകുമാരിയമ്മയും ഞാനും കൂടി ഒരു സ്കൂളിൽ, ഒരു ചെറിയ ഒരു കൊല്ലം സൈഡിൽ എവിടെയോ ഒരു സ്കൂളിന്റെ, ആ സ്കൂളാണ് ആകെ നമുക്ക് ഡ്രസ്സ് മാറാനായിട്ട് ഉള്ളൂ. അതെന്നാ വെച്ചാൽ ഈ അംഗൻവാടി പോലത്തെ സ്കൂളാണ്. മനസ്സിലായോ? വേറെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല. അപ്പോൾ അമ്മ നമ്മുടെ ഈ
ഇപ്പൊ 4 ചുമരിന്റെ ഉള്ളിൽ 4 വശത്ത് 4 മൂല കാണും ഇല്ലേ? ഇപ്പൊ ഇതേണ്ട അവിടെ തന്നെ കണ്ടില്ലേ ആ ഒരു വെട്ട്, ഒരു മൂല. അമ്മ എന്ത് ചെയ്തെന്നറിയോ? ഇവിടെ നിന്ന് ഇങ്ങനെ നിന്നിട്ട് അമ്മ ഒരു തുണി എടുത്ത് ഇങ്ങനെ പിടിച്ചു തന്നിട്ട് പറഞ്ഞു നീ ഡ്രസ്സ് മാറിക്കോളാൻ പറഞ്ഞു. അമ്മ പിടിച്ചു തന്ന ആ ഒരു 2 അറ്റത്ത് പിടിച്ചു തന്ന ആ ഒരു കൈലിക്കുള്ളിൽ നിന്നിട്ട് ആ ഒരു മൂല നിന്നിട്ട് അമ്മ ഇങ്ങനെ പിടിച്ച് ആ അമ്മയുടെ കൈകൾക്കുള്ളിൽ ആ കൈലിക്കുള്ളിൽ നിന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറി. മനസ്സിലായോ? തിരിച്ച് ഞാൻ അതേപോലെ ഒരു കൈലി പിടിച്ചു കൊടുത്തിട്ട് അമ്മയും ഡ്രസ്സ് മാറി. കൂളായിട്ട് ഞങ്ങൾ വെളിയിലോട്ട് വരികയും ചെയ്തു. ഈ കാരവാനൊക്കെ വന്നത് ഇപ്പോഴല്ലേ? ഈ കാരവാൻ ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ മുമ്പോട്ട് പോയേനെ? അപ്പം ഏതെങ്കിലുമൊക്കെ വീടോ ഏതെങ്കിലുമൊക്കെ സൗകര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പം നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ടും ഈ കാരവാൻ്റെ കാര്യം വീട് നാടകത്തിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വന്ന് എനിക്ക് പെട്ടെന്ന് കാരവാൻ ഇല്ലെങ്കിൽ ഞാൻ കിടക്കില്ല ഇരിക്കില്ലെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. എനിക്കത് പറ്റത്തുമില്ല. എനിക്കൊരു വീടോ ഒരു ക്ലാസ് മുറിയോ യൂണിറ്റ് വണ്ടിയിൽ വരെ കയറിയിട്ട് ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിനോടൊന്നും വലിയ ഇതില്ല. പിന്നെ റിപ്പോർട്ട് വരട്ടെ, കമ്മിറ്റി വരട്ടെ, അതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നല്ലത്. അത്രേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ 41 വർഷത്തെ കഥ പറയുമ്പോൾ നമ്മൾ ഓരോ വർഷവും മാറ്റങ്ങളിലേ, ചെറിയിൽ നിന്ന് സിനിമ, ഈ ടെക്നോളജി എല്ലാം മാറുന്നു. അപ്പൊ എന്താണ് ചേച്ചിക്ക് ഏറ്റവും ഒരു കൗതുകകരമായി തോന്നിയിട്ടുള്ള ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് ഒരു കുടുംബം പോലെയായിരുന്നു നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഈഗോ ഇല്ല, പ്രശ്നങ്ങളില്ല, എല്ലാവരും ഈ പറഞ്ഞതുപോലെ കാരവാൻ ഇല്ല. അപ്പൊ എല്ലാവരും നമ്മൾ ഒരുമിച്ചിരുന്ന് ചിലപ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ പറയും, നമ്മുടെ സന്തോഷങ്ങൾ പറയും. ആ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പൊ കാരവാൻ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും സ്വകാര്യതയാണ്. ഷോട്ടിന് ഇറങ്ങി വരും, ഹായ് പറയും, ഹലോ പറയും, അല്ലെ സുഖമാണോ എന്ന് ചോദിക്കും. അത് കഴിയുമ്പോൾ കുടയും പിടിച്ച് എല്ലാവരും ഇപ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും തിരിച്ച് കാരവാനകത്തോട്ട് കയറിപ്പോകും. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സ്നേഹബന്ധങ്ങൾ, അറ്റാച്ച്മെന്റ് അത് അത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ ആ ഒരു അടുപ്പം ഇപ്പം എല്ലാവർക്കും അവനവൻ്റെ കാര്യം നോക്കി പോകുന്നു എന്നുള്ളതല്ലാതെ ആ ഒരു അടുപ്പം ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം സീമ ചേച്ചിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ഇപ്പം ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ റോൾ മോഡൽ എന്ന് വെച്ചാൽ അമ്മയായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് ശരണ്യ എന്നത് ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അതിസുന്ദരിയായ ശരണ്യയുടെ ഒരു ഫോട്ടോ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ശരണ്യയ്ക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് ചേച്ചിയിലെ ഒരു ജീവകാരുണ്യ, പ്രത്യേകിച്ച് അതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു, പക്ഷെ അറിഞ്ഞത്. അപ്പം അത് ഒരു നിയോഗമായിരിക്കും അല്ലേ? കാരണം ചേച്ചിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ദൈവത്തിന്റെ ഒരു ഇതായിട്ട് അല്ലേ? ഏതൊരു ഘട്ടത്തിലാണ് ചേച്ചി അങ്ങനെ ഒരു പബ്ലിക് പോസ്റ്റ് ഇടാം എന്ന് തീരുമാനിക്കുന്നത്? തീരെ നിവർത്തി കെട്ടപ്പം സർജറികൾ നടന്നുകൊണ്ടിരിക്കുക. ഇനി 1 രൂപ പോലും ഇല്ല മുന്നോട്ട് പോകാനായിട്ട്. കാരണം ആദ്യം 2 വർഷത്തിനുള്ളിലായിരുന്നു അവൾക്ക് സർജറി വന്നെങ്കിൽ, പിന്നെ 1.25 വർഷത്തിനുള്ളിൽ, 1.5 വർഷത്തിനുള്ളിൽ, 1.25 വർഷത്തിനുള്ളിൽ, 1 വർഷത്തിനുള്ളിൽ, അങ്ങനെ ഡ്യൂറേഷൻ കുറഞ്ഞു വന്നു. അപ്പൊ കണ്ണടച്ച് തുറക്കുന്നതിനിപ്പുറം അടുത്ത സർജറിയിലേക്ക് പോകും. ഇതിന്റെ പൈസ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എൻ്റെ പോസ്റ്റിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ഓരോ ആർട്ടിസ്റ്റ് മരിക്കുമ്പോൾ അനുശോചനം, ഞാനൊരു അനുശോചനം ഇട്ട് കഴിഞ്ഞാൽ തോട്ടനെ അതിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് പറയും, മരിക്കാൻ വിട്ടുകൊടുത്തതല്ലേ, അവർക്ക് വേണ്ടി എന്താ ചെയ്യാഞ്ഞേ, അവർക്ക് വേണ്ടി ഇവിടെ മമ്മൂട്ടി ഉണ്ടല്ലോ, ഇവിടെ മോഹൻലാൽ ഉണ്ടല്ലോ, കോടികൾ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ, അവർക്കെടുത്തിട്ട് കൊടുത്താൽ എന്താന്നൊക്കെ ചോദിക്കും. അതെങ്ങനെയാണ് നമുക്കങ്ങനെ പറയാൻ പറ്റുന്നത്? അങ്ങനെ കൊടുക്കുന്നതും കൊടുക്കാത്തതും ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പിന്നെ അവര് ആരോരും അറിയാതെ എത്രയോ പേരെ സഹായിക്കുന്നുണ്ടോന്നുള്ളത് ഇവർക്കറിയാൻ പറ്റുമോ? ഇപ്പൊ എല്ലാം ചെന്നിട്ട് ഇപ്പം മമ്മൂക്കാണെങ്കിലും ലാലേട്ടനാണെങ്കിലും മറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും ഞങ്ങൾ ഇത്രയും പേരെ സഹായിച്ചു, ഞങ്ങൾ ഇത്രയും പേർക്ക് ദിവസം കൊടുത്തോണ്ടിരിക്കുവാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാൻ പറ്റുമോ? ഇപ്പൊ എന്നും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും സിനിമ, അമ്മ, മറ്റേ ആത്മ, ഒരാൾ മരിച്ചാൽ പറയും അമ്മയും ആത്മയും കൂടിയാണ് അവരെ കൊന്നതെന്ന്. അവരെന്തുകൊണ്ട് മരിച്ചു, അല്ലെ അവരെങ്ങനെ മരിച്ചു എന്നുള്ളതല്ല, അവരെ കൊന്നത് സംഘടനയാ. അല്ലെ ഇപ്പം വൃക്ക മാറ്റണം,
ലിവർ മാറ്റണം, നിങ്ങളുടെ വീട്ടിലിരുന്ന് എന്ത് എടുത്തങ്ങോട്ട് കൊടുത്താലെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെ ഇവിടെ ആർക്കും കൊടുക്കാനും പറ്റത്തില്ല, അങ്ങനെ കൊടുക്കണമെന്നിട്ട് പറയാനുള്ള ഒരു അവകാശവും ഇല്ല. മാനുഷിക മൂല്യത്തിന്റെ പേരിൽ പലരും കൊടുക്കുന്നുണ്ടാകും, പലരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ചെയ്യാൻ പറ്റില്ല. അപ്പം ശരണ്യക്ക് വേണ്ടിയിട്ട് നമ്മൾ സർജറികൾ വന്നുകൊണ്ടിരുന്നു ലാസ്റ്റ് ഒരടി പോലും മുന്നോട്ട് പോകില്ല എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ഞാനൊരു വീഡിയോ ആയിട്ട് വരികയും പിന്നെ ഫിറോസ് കുന്നംപറമ്പിൽ വരികയും എൻ്റെ പോസ്റ്റ് വീഡിയോ കൊണ്ടുവന്നത് സൂരജ് പാലാക്കാരനാണ്. അപ്പോൾ അതിലും ഞാനും ശരണ്യയുടെ അമ്മയായിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ അവളെ ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവളെ കൊണ്ട് കൈ നീട്ടിക്കുക, അവളെ കൊണ്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ചേച്ചിക്കും സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു, അവൾക്കൊട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു, എനിക്കും വിഷമമായിരുന്നു. പക്ഷെ അവളെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മൾ അവളുടെ അവസാന ശ്വാസം വരെ അവൾക്ക് വേണ്ടി നമ്മൾ ഓടുക, ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവൾക്ക് വിഷമമാണ്. അപ്പം അവൾക്ക് വിഷമം വന്ന് പെട്ടെന്നൊരു അവൾക്ക് വിഷമം കൂടി വല്ലതും സംഭവിച്ചാൽ എന്നാ ചെയ്യും? അതുകൊണ്ട് അവളെ വെച്ച് പോസ്റ്റ് ഇടാൻ, വീഡിയോ ഇടാൻ നമുക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കയറിപ്പോയത് കൊണ്ട് ഇവിടെ ആരും സഹായിക്കുമെന്ന് എനിക്കൊട്ട് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഭാഗ്യത്താൽ, അവളുടെ ഭാഗ്യത്താൽ എന്തോ എൻ്റെ വീഡിയോ കയറിപ്പോയി. അതിനകത്ത് നല്ലൊരു എമൗണ്ടോളം വന്നു. അത് എത്ര വന്നു എങ്ങനെയാണെന്നൊന്നും ഞാൻ ഒരിക്കലും ശരണ്യയുടെ അമ്മയോടൊന്നും ചോദിച്ചിട്ടില്ല. അത് അവളുടെ അക്കൗണ്ടായിരുന്നു. നമ്മളങ്ങനെ ഒരാളെ സഹായിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എത്ര വന്നു എന്ന് നമുക്ക് കിള്ളി ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ആ പൈസ കൊണ്ട് തികയില്ല എന്ന് വന്നു. കാരണം സർജറി, അവൾക്ക് സ്ഥലം മേടിക്കണം, അവൾക്ക് വീട് വെക്കണം. അങ്ങനെ വന്നപ്പോഴാണ് ഫിറോസ് കുന്നംപറമ്പിൽ വന്നത്. ഫിറോസും ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ ആ 2 വീഡിയോയും കൂടി ആയപ്പോൾ അവളെ സെറ്റിൽ ചെയ്യിക്കാനുള്ള, അവളുടെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകാനുള്ള അവസാന നിമിഷത്തെ പൈസ വരെ നമുക്ക് ആ ഒരു പോസ്റ്റിൽ നിന്നും കിട്ടി. അങ്ങനെയാണ് ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. പക്ഷേ അതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയരുത് എന്ന പ്രമാണത്തിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് ഞാൻ സോഷ്യൽ വർക്കറായ സ്ത്രീയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരണ്യയുടെ കാര്യത്തിലാണ് എല്ലാവരും ഇങ്ങനെ ഒരാൾ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും ചേച്ചി എങ്ങനെയാണ് ശരണ്യയിലേക്ക് എത്തിപ്പെടുന്നത്? കാരണം അതും ഇപ്പൊ ശരണ്യയുടെ ഒരു ഭാഗ്യം കൊണ്ട് അത് ഞാൻ അന്ന് ആത്മയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ആത്മയിൽ അംഗമാണ് ശരണ്യ. അപ്പോൾ ആത്മയിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവളുടെ ഫോട്ടോ, എനിക്ക് ശരണ്യെ അറിയില്ല, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല, ഇല്ല എനിക്ക് ശരണ്യെ അറിയില്ല. അങ്ങനെ ശരണ്യെ ഞാൻ ആദ്യമായിട്ട് കാണാൻ വലിയൊരു ടെഡി ബെയർ, നല്ല സുന്ദരി കുട്ടിയല്ലേ, അപ്പൊ വലിയൊരു ടെഡി ബെയറും പിന്നെ എന്താണ്ടൊക്കെ സാധനമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ശരണ്യെ കാണാൻ പോകുന്നത്. ഇത് അറിഞ്ഞിട്ട്, സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് ചെല്ലുക. അപ്പൊ എന്റെ വിചാരം ശരണ്യ വലിയ സാമ്പത്തികമുള്ള കുട്ടിയാ, ഏതോ വലിയ പണമുള്ള വീട്ടിലെ കുട്ടിയാന്നൊക്കെയാ ഞാൻ വിചാരിച്ചു വെച്ചേ. അപ്പൊ ഒരു ടെഡി ബെയറിന്റെ ആവശ്യമുള്ളൂ അവക്ക് ഒരു കുഞ്ഞ് നല്ല മോളല്ലേ. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ആ വീടിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഞാൻ വിളിക്കാൻ തുടങ്ങി, ഞാൻ സംസാരിക്കാൻ തുടങ്ങി, സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പോൾ പൊന്നി നേരത്തെ പറഞ്ഞതുപോലെ ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതും ചിലരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതും മുൻ പരിചയമില്ലാതെ, ഒരു വർക്കിൽ പോലും ഒരുമിച്ച് ചെയ്യാതെ, ഒരു ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ അവരുടെ ലൈഫിലേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ആ ഒരു 3 അക്ഷരമുണ്ട്, നിയോഗം. ആ നിയോഗമാണ് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അല്ലെ 2 അക്ഷരത്തിൽ പറയാം, വിധി. ഞാൻ അവരുടെ ലൈഫിലേക്ക് ചെല്ലണം എന്ന് എനിക്കൊരു വിധി ഉണ്ടായിരുന്നായിരിക്കണം. അങ്ങനെയാണ് ഞാൻ അവളുടെ ലൈഫിൽ ചെന്നതും സോഷ്യൽ മീഡിയയിൽ വരുന്നതും ഈ പ്ലാറ്റ്ഫോമിൽ വന്നത് അവൾക്ക് വേണ്ടി വീഡിയോ നമ്മൾ ചെയ്യുന്നതും. ഇപ്പം ഈ ചേച്ചി നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ, ഇപ്പം സിനിമയിൽ അല്ലെങ്കിൽ സീരിയലിൽ നിൽക്കുന്ന നമ്മളെ കാണുന്ന ആൾക്കാരുടെ ഒക്കെ വിചാരം, അതായത് നമ്മളിപ്പം ഞങ്ങൾ ഉൾപ്പെടെ ലൈം ലൈറ്റിലേക്ക് വരുന്ന എല്ലാവരെയും കുറിച്ചും ഇവർക്ക് ഒത്തിരി കാശില്ല, ഇവർക്ക് അങ്ങ് ചെയ്തുകൂടെ എന്നുള്ളൊരു ധാരണയാണ്. ഇപ്പം സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തെ ചേച്ചി ഓരോ ദിവസത്തെ അഭിനയത്തിനാണ്. സീരിയൽ മാത്രമല്ല,
ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ ഒഴിച്ചിട്ട് ഒരു ഇടത്തരം ഫാമിലി ഉണ്ടല്ലോ, ആ ഇടത്തരം ഫാമിലിയിൽ വന്ന ആരുടെയും ലൈഫ് അത്രയ്ക്കും സെക്യൂർഡ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ഡിമാൻഡഡ് ആയിട്ട് ചില ആർട്ടിസ്റ്റുകൾ, ഇപ്പം ഒരു കാലത്ത് സലീമേട്ടൻ ഭയങ്കര ഡിമാൻഡഡ് ആയിരുന്നു, ഷാജോൺ ഭയങ്കര ഡിമാൻഡഡ് ആയിരുന്നു, ഇന്ദ്രൻ സേട്ടൻ ഭയങ്കര ഡിമാൻഡ്. അപ്പൊ ഇവർക്ക് ഈ ഡിമാൻഡ് ഉള്ള ഒരു ടൈമുണ്ട്, ഇവർ നമ്മുടെ പടത്തിൽ വേണം, അല്ലെങ്കിൽ ഇവർ നമ്മുടെ പടത്തിൽ ഉണ്ടായേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ധർമ്മജൻ എല്ലാ പടത്തിലും ഉള്ള കാലമുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരും മലയാള സിനിമ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആ സമയത്ത് അവർക്ക് ചോദിക്കുന്ന പൈസ കിട്ടും, അവർ വേണം, അവർ ആ സിനിമയ്ക്ക് മസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കുന്ന പൈസ കിട്ടും. അങ്ങനെ പൈസ കിട്ടിയവർ ലൈഫെല്ലാം അവർ നേരെയാക്കിയിട്ടുണ്ട്. അത് കൂടുതലും ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ആണുങ്ങൾക്കാണ്. അതേ ക്യാരക്ടേഴ്സ് പെണ്ണുങ്ങളിലേക്ക് വന്നാൽ ഇവർക്ക് ഒരിക്കലും നമുക്ക് ഇത്ര ലക്ഷം വേണമെന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് പെർ ഡേ ഡിമാൻഡ് ചെയ്യാം, ഒരു പടത്തിന് ഡിമാൻഡ് ചെയ്യാം. നമുക്ക് ഇനി 10 ദിവസം പോയാലും 15 ദിവസം നിന്നാലും നമുക്ക് അവർ തരുന്ന ആ ഒരു പൈസയുണ്ട്, അവർ തീരുമാനിച്ചൊരു പൈസയുണ്ട്. ആ പൈസയുടെ മേളിലേക്ക്, കാരണം നമ്മൾ ഡിമാൻഡഡ് അല്ല, നമ്മൾ ഈ സിനിമയ്ക്ക് മസ്റ്റ് അല്ല, നമ്മളെ ഈ സിനിമ വേണമെന്ന് ആർക്കും ഒരു ആഗ്രഹമില്ല. സീമയിലെ 10 സീമമാരുണ്ട്, അല്ലെ വേറൊരാളില്ലെങ്കിൽ 10 എക്സ് പുറത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ആളെ വിളിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ കിട്ടുന്നത് മേടിച്ചിട്ട് നമ്മൾ പോയി അഭിനയിക്കും, നമ്മൾ തിരിച്ചു വരും. അപ്പം അതുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിലെ ഒരു അപ്പം ഓരോ കാലഘട്ടത്തിലും അവരവർക്ക് ആവശ്യമുള്ളവർ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ലൈഫ് ഓക്കെ ആയിട്ടുണ്ട്. അല്ലാതെ ഈ പുറമെ നിന്ന് കാണുന്ന ആൾക്കാർ വിചാരിക്കുന്ന പോലെ മലയാള സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും ഉള്ളവർ കൊട്ടക്കണക്കിന് ഉണ്ടാക്കിയെന്നും അവർ 5-8 ഫ്ലാറ്റ് മേടിച്ച് 5-8 വീടും കെട്ടി ഒരുപാട് പൈസ ബാങ്കിലിട്ട് ജീവിക്കുവാണെന്നുള്ളൊരു ധാരണ പുറത്തുനിന്നുള്ളവർക്കുണ്ട്. അതൊന്നും അത് ശരിയായിട്ടുള്ള ഒരു ധാരണയേ അല്ല. ചേച്ചി, അതുപോലെ തന്നെ റീസെൻ്റ്ലി ഒരു വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം അധ്വാനിച്ചാൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കൊക്കെ അറിയാം, അതുപോലെ തന്നെ ഒരു സ്വപ്നവും അല്ലേ ചേച്ചി? അപ്പം ഈ വീട് വെച്ചു കൊടുക്കുക എന്നുള്ള കാര്യത്തിലേക്ക് എങ്ങനെയാണ് ചേച്ചി ഇത്രയധികം വീടുകളൊക്കെ ചേച്ചിക്ക് വെച്ചു കൊടുക്കാൻ പറ്റുക? ഞാൻ എപ്പോഴും അത് ആലോചിക്കും. അതെന്താണെന്ന് പറയാം, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, ചിലരുടെ ലൈഫിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് ഒരു വിധിയായിരിക്കും. അവർക്ക് ഇപ്പം ഒരു വീട്, ഒരു കുട്ടി ഉണ്ടാവുക, ഒരു കല്യാണം, മരണം, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾക്ക് നടക്കേണ്ട ടൈമിലേ നടക്കുകയുള്ളൂ. അപ്പം നമ്മളിനി എത്ര ലക്ഷങ്ങൾ കയ്യിൽ കൂട്ടി വെച്ചാലും നമുക്കൊരു വീടുണ്ടാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുപോലെ നമ്മൾ ഇപ്പം കല്യാണം കഴിക്കാതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല ജോലിയുണ്ട്, എന്നിട്ടും എത്രയോ പേരാന്നറിയാവോ പെൺകുട്ടികളുണ്ടോ എന്നൊക്കെ എന്നോട് വിളിച്ച് ചോദിക്കുന്നത്. ഇത്രയും സ്വത്തുണ്ട്, ദുബായിലൊക്കെ അല്ലെ ഭയങ്കര പൊസിഷൻ, അല്ലെങ്കിൽ വെളിരാജ്യത്ത് ഭയങ്കര പൊസിഷൻ, പക്ഷെ പെൺകുട്ടികളെ കിട്ടുന്നില്ല. അവർക്ക് കല്യാണത്തിനുള്ള ഒരു യോഗം ഉണ്ടായിട്ടില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് എത്രയോ 15-20 വർഷവും കാത്തിരുന്നിട്ട് കുട്ടികൾ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്, പ്രസവം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നവരുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ വീടെന്നുള്ളത് മറ്റുള്ളവരുടെ സ്വപ്നമാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്നിലേക്ക് ആ ഒരു സാധനം വന്നു കഴിഞ്ഞിട്ട് അറിഞ്ഞോ അറിയാതെയോ എനിക്ക് അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരികയാണ്. ഈ മായ കൃഷ്ണൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു പരിപാടി പോലും ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുന്നേ. എനിക്ക് ഈ മായ കൃഷ്ണൻ ആരാണെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ കോമഡി പ്രോഗ്രാം ഒന്നും കണ്ടിട്ടില്ല, അല്ലെ ഞാൻ ആ കുട്ടിയെ ഒരു സ്റ്റേജിൽ വെച്ച് കണ്ടിട്ടില്ല. എനിക്കറിയാവുന്നത് നമ്മുടെ രശ്മിയുണ്ട്, രശ്മി അനിൽ. രശ്മിയെ ആണ് എനിക്ക് രശ്മിയെ അറിയാം, അല്ലാതെ എനിക്കിവിടെ ആരെ അറിയത്തില്ല. രശ്മിയായിട്ട് ഞാൻ നല്ലൊരു ബന്ധമുള്ളത് കൊണ്ട് രശ്മി അറിയാം. പിന്നെ സ്നേഹ ശ്രീകുമാർ, സ്നേഹ അറിയാം. ഇവരെയൊക്കെയാണ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റ് വിജയകുമാരിയുണ്ട്. വിജയകുമാരിയാണ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഇങ്ങനെ മായ പാവം കുട്ടിയാണെന്നും ആരുമില്ല എന്നും ഒരു മായയ്ക്കൊരു വീടില്ലെന്നും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യം തന്നെ കുമാരിയോട് നോയാ പറഞ്ഞത്. ഒരിക്കലും നടക്കില്ല കുമാരി, എനിക്ക് മണിമായമ്പള്ളി ചേട്ടൻ്റെ ഫാമിലിക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം. ചേട്ടൻ മരിച്ചുപോയി, വലിയൊരു നാടക കലാകാരനായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് അവർക്കൊരു വീട് വെച്ച് കൊടുക്കണം. അപ്പം എനിക്കിത് ചിന്തിക്കാനേ പറ്റില്ല. അല്ല, സീമയുടെ മനസ്സിലിരുന്നോട്ടെ, എന്നെങ്കിലും അത് കഴിയുമ്പോൾ സീമയ്ക്കൊരു ചാൻസ് വന്നാൽ സീമ മായയെ ഓർക്കണേ എന്ന് പറഞ്ഞു.
പക്ഷെ എന്തൊരു അത്ഭുതമാണെന്ന് എനിക്കറിയത്തില്ല, സ്ഥലം ആദ്യം മേടിച്ചതും മായയ്ക്ക്, വീട് വെച്ചതും മായയ്ക്ക്. അതേസമയം ഈ കുമാരിക്കും മണിച്ചേട്ടൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും അധികം ഓടിയത്. പക്ഷെ സ്ഥലം മേടിച്ചതും വീട് വെച്ചതും മായയ്ക്ക്. ആ വീട് വെച്ച് പാല് കാച്ചി 2-2.5 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മണിച്ചേട്ടൻ്റെ വീട് പാല് കാച്ചാൻ പറ്റിയത്. അപ്പോഴെന്താ, ആ കുട്ടിക്ക് ആ സമയത്ത് വീടുണ്ടാകണം എന്നുള്ള ഒരു വിധിയുണ്ട്. അല്ലെ ഒരിക്കലും നടക്കില്ല, എനിക്ക് ഇവരുടെ കാര്യം ചെയ്തിട്ടേ പറ്റുള്ളൂ എന്നെടുത്ത് എങ്ങനെയാണ് എനിക്ക് മായയുടെ വീട് ചെയ്യാൻ പറ്റിയത്? അതൊക്കെ മോളെ ഒരു നിയോഗമാണ്. ആ നിയോഗത്തിലൂടെ വന്നു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇപ്പം തന്നെ ഈ മായയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പറയാം, അതിൻ്റെ താഴെ ആൾക്കാർ ഇവരെന്തോരം ഇതിൽ അഭിനയിക്കുന്നവരാണ്, അപ്പോൾ അവർക്ക് പൈസ ഇല്ലേ ചേച്ചി, അങ്ങനെ ഒരു സൈഡിൽ കൂടെ ഉണ്ടാകുന്ന. ഞാനതാ മോളോട് നേരത്തെ പറഞ്ഞ, ഈ പുറമെ കാണുന്നവരുടെയൊക്കെ വിചാരം ഇപ്പം സീരിയലിൽ അഭിനയിച്ചാൽ ലക്ഷങ്ങൾ കിട്ടും, സിനിമയിൽ അഭിനയിച്ചാൽ ലക്ഷങ്ങൾ കിട്ടും. ഇപ്പോൾ ഒരു ദിവസമോ 2 ദിവസത്തെ ഷൂട്ടിലാണ് ഇത്രയും സ്കിറ്റുകൾ എടുക്കുന്നത്. ആ സ്കിറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. അവർക്ക് മായക്കൊക്കെ എന്ത് കിട്ടുമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടും എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. അല്ലാതെ താഴെ വന്ന ആൾക്കാർ കമന്റ് ഇടുന്നത് എപ്പം നോക്കിയാലും TV തുറന്ന മായാകൃഷ്ണനാണ്, ഇവർക്ക് വേണ്ടി ഇവരെക്കാട്ടിലും എന്ത് ഗതികെട്ടാണ് മറ്റുള്ളവർ കിടക്കുന്നതെന്ന് ആൾക്കാർക്ക് ചോദിക്കാം. മായയുടെ ഗതികേട് ഞാനല്ലേ കണ്ടത്? ഈ മുമ്പിൽ വന്നിട്ട് ചായവും തേച്ച് ലിപ്സ്റ്റിക്കും ഇട്ട് സാരിയും ഉടുത്ത് കോമഡിയും ചെയ്യുമ്പോൾ, സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഇവരുടെയൊക്കെ വിചാരം എന്താ, എല്ലാവരും സേഫ് ആണോന്നോ? മായ ജീവിക്കുന്ന ചുറ്റുപാട് ഞാനാ കണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് മായയ്ക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. നാട്ടുകാർ വിളിച്ച് വായി തോന്നിയത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നേരിട്ട് കണ്ടും നേരിട്ടറിഞ്ഞും അനുഭവം ഉള്ളത് കൊണ്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പം നമുക്കതിനെ കുറിച്ച് അറിയാം. പറയുന്നവർ പറഞ്ഞിട്ട് ഒരു വശത്തൂടെ പോകത്തേ ഉള്ളൂ. അതെ, അതുപോലെ തന്നെ ചേച്ചിയുടെ റീസെന്റ് മരണപ്പെട്ട വിഷ്ണു പ്രസാദ് അല്ലേ, നമ്മൾ വിചാരിക്കും വിഷ്ണു എന്തോരം സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നു, എന്തോരം റോളുകൾ സീരിയലിൽ ചെയ്യുന്നു, പിന്നെ ഒരു കരൾ മാറ്റി വെക്കാൻ പോലും സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ ചേച്ചി? മോളെ അതെന്നാന്നറിയാം, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എത്ര സിനിമ ചെയ്താലും ശരി, സീരിയൽ ചെയ്താലും ശരി, ഞാൻ ചോദിക്കട്ടെ, ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷന് ഒരു നല്ല ആശുപത്രിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ മിനിമം 40 ലക്ഷം ആകുമോ? പിന്നെ ഒരു 2 വർഷത്തെ അവരുടെ ട്രീറ്റ്മെന്റും അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒരു 10-15 ലക്ഷം രൂപ, നമ്മളൊരു മിനിമം 50 to 60 ലക്ഷം രൂപ നമ്മൾ കയ്യിൽ കരുതണം. അറിയാം. കാരണം എൻ്റെ കസിന്റെ കരള് മാറ്റി വെച്ച 50 ലക്ഷം രൂപ, പിന്നെ 50 ലക്ഷമായി. പിന്നെ മോളെ അവരെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എത്ര ലക്ഷമാകും? അപ്പൊ വിഷ്ണുവിന് 2 കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട്, ആ കുട്ടികളെ കോളേജിൽ വിടണം, ആ കുട്ടികളെ പഠിപ്പിക്കണം, വീടിൻ്റെ വാടക കൊടുക്കണം, വീട്ടിലെ ചെലവുകൾ ചെയ്യണം. ഇത് എന്താ കുഞ്ഞുകളിയാണെന്ന് വിചാരിച്ചോ? ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, ചിലവർക്ക് പൈസ ഉണ്ടാകും. അപ്പോൾ അതങ്ങനെയാ ഇങ്ങനെയാ, ആത്മയ്ക്ക് കൊടുക്കാറുന്നില്ലേ, അമ്മയ്ക്ക് കൊടുക്കാറുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാടൊരു ഒരു വാഗ്യുദ്ധത്തിലേക്ക് നമ്മൾ കടക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് അതിനും പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം ഇതെല്ലാം പറയുമ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് സീമ ചേച്ചി, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ 3-4 മാസങ്ങളായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തുള്ള പരിചയമാണ്. പക്ഷെ ഓരോ പ്രാവശ്യവും ചേച്ചി വന്ന് കൃത്യമായി മറുപടികൾ പറയും. ചേച്ചി ഈ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൊത്തം എന്താ പറയുന്നത്, ഒരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാരുമായിട്ടാണ്. കാരണം ഏറ്റവും ദുഃഖം അനുഭവിക്കുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, നോർമൽ ഒരു ലൈഫ് നയിക്കുന്ന നമുക്ക് തന്നെ എന്തോരം സ്ട്രെസ്സും ടെൻഷനുമാണ്. എന്നിട്ടും ചിരിച്ച് എങ്ങനെയാണ് ചേച്ചി ഇതെല്ലാം ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതില്ലേ, ഇതെല്ലാം ഒരു മൂടുപടമാണ്. ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ ജീവിതത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് താങ്ങാൻ പറ്റില്ല പൊന്നി. അതായത് എനിക്ക് ഇപ്പം പറഞ്ഞില്ലേ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഹെൽത്ത് ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം എൻ്റെ സിസ്റ്റർ അടക്കം എന്നെ ഏറ്റവും അടുത്തറിയാവുന്നവരെല്ലാവരും പറയുന്നത്, സീമ നിർത്തുമോ, ഇത് മതി, ഇത്രയും കാലം എല്ലാവർക്കും കുറേ പേർക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണില്ലേ. ഈ അടുത്ത കാലത്ത് ഞാൻ ആലപ്പുഴയിലുള്ള കലവൂരിലുള്ള ഒരു മാസം മുമ്പ് ഉത്തമൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീട് കലവൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ജപ്തിയായി. അത് ഞാൻ തിരിച്ചെടുത്തു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഈ ദുഃഖങ്ങളെല്ലാം സീമ ഏറ്റെടുക്കുവാണ്. അപ്പോൾ ഇപ്പം ശരണ്യെ സംരക്ഷിക്കുന്ന പോലെ തന്നെ ഞാനിപ്പം ഒരാളെ സംരക്ഷിക്കുന്നുണ്ട്.
അത് ആരാണെന്ന് എനിക്കിപ്പോൾ ഞാൻ പറയില്ല. അപ്പോൾ ഞാൻ ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഈ നടീ നടൻ അങ്ങനത്തെ നിങ്ങളുടെ സംഘടനയിലുള്ള ഒരാളെ തന്നെയാണ്? അതെ 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 ആണ് ആണ്. അപ്പോൾ വെളിപ്പെടുത്താൻ ചേച്ചി ആഗ്രഹം? ഇല്ല, ഞാൻ ഇപ്പം പറയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരാളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ദിവസവും അവൻ്റെ മെസ്സേജുകൾ വരുമ്പോഴേ എനിക്ക് ഇവിടെ ആദ്യം കയറി തുടങ്ങും. അവനെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ, അവന് കീമോയ്ക്ക് വേണ്ടി ഓടുമ്പോൾ, പിന്നെ ആശുപത്രികളിലേക്ക് ഞാൻ ഓടുമ്പോൾ, പല ഹോസ്പിറ്റലിലും നല്ല ബന്ധത്തിൻ്റെ പേരിൽ ഞാൻ കടം പറഞ്ഞു പോരുന്നുണ്ട്. അവന് വേണ്ടി കടം പറഞ്ഞ് പോരുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് തരാം, 15 ദിവസം കഴിഞ്ഞ് തരാം എന്നും പറഞ്ഞ് കടം പറഞ്ഞ് പോരുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ തൽക്കാലം ശരണ്യയുടെ കാര്യം നമ്മൾ മൂടി വെച്ചതുപോലെ, അതായത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് അവൾ പോകുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വന്നത്. അതുപോലെ തന്നെയാണ് ഞാനിപ്പം ഇവൻ്റെ കാര്യത്തിനും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആരാ എന്താ ഞാൻ പറഞ്ഞു, ഇപ്പം തൽക്കാലം ആരോടും ഒന്നും നീ പറയാൻ നിൽക്കണ്ട. കാരണം നമുക്ക് തിരിച്ചു വന്നിട്ട് ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ട് നമുക്ക് ഇൻ്റർവ്യൂ കൊടുക്കാം. അതുവരെ നീ ആരോടും ഒന്നും പറയണ്ടെന്ന്. ഇപ്പം അവന് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അവന് തീരെ വയ്യ. ഭയങ്കര വോമിറ്റിങ്ങും ഭയങ്കര ലൂസ് മോഷനും ഒക്കെയാണ്. അപ്പം ഇവൻ അനുഭവിക്കുന്നതിൽ കൂടുതലാണ് അവൻ്റെ മെസ്സേജ് വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. അവൻ ഒരാൾ മാത്രമല്ല കേട്ടോ, അതുപോലെ 100 കണക്കിന് ആൾക്കാർ എനിക്കുണ്ട്. അപ്പം എല്ലാവരും ചിലപ്പം ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് വരുമ്പോൾ ഭയങ്കര മോശമായിട്ടൊക്കെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ കമൻറ്റ് ചെയ്യുന്നവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു ദിവസമെങ്കിലും ഒരാൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇറങ്ങി പുറപ്പെടണം, ഇറങ്ങി തിരിക്കണം. എന്നിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നവരെ ജീവിതത്തോട്, നമ്മുടെ ജീവനോട് ചേർത്ത് നിർത്തണം. എന്നിട്ട് അവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്യണം. അപ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ സുഖം എന്താണെന്ന്.